ആ ട്രക്ക് തീരത്തേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ കരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നത് അങ്ങേയറ്റം ഭഗീരഥ പ്രയത്നം തന്നെയാണ്. അതിന് വേണ്ടുന്ന യന്ത്രസാമഗ്രികൾ, മനുഷ്യവിഭവശേഷിയൊക്കെ ആ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ആംബുലൻസുകൾ ഒന്നിലധികം അകത്തേക്ക് പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഏതാണ്ട് അവരുടെ 100% ഉറപ്പിൽ നാവികസേന കൊടുത്ത ആ സിഗ്നൽ, ആ സിഗ്നലിൻ്റെ കേന്ദ്രഭാഗത്താണിപ്പോൾ ആ യന്ത്രക്കൈകളുടെ പരിശോധന നടക്കുന്നത്. അവിടെയാണ് നാവികസേന 18 അംഗ സംഘം അവിടേക്ക് എത്തി ആ ഭാഗം നിരീക്ഷിക്കുന്നത്. അവിടേക്ക് ആഴത്തിൽ ഇറങ്ങി അവിടുത്തെ വെള്ളത്തിൽ പരിശോധന നടത്താനുണ്ട്. അതിനുള്ള പ്രാപ്തിയുള്ള, ശേഷിയുള്ള, പരിശീലനം ശ്രദ്ധിച്ച നാവികസേന അംഗങ്ങളെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് 18 പേരുണ്ട്. 18 അംഗ സംഘമാണ് അവിടെ എത്തിയിരിക്കുന്നത്. അവരുടെ പരിശോധനയ്ക്ക് കളമൊരുങ്ങുന്നു എന്നാണ് കരുതുന്നത്. വീണ്ടും നമ്മളുടെ ഷിരൂരിലേക്ക് പോവുകയാണ്. ഹാഷ്മിയും ഷഫീദും അരുണും തുടരുന്നുണ്ട്. ഹാഷ്മി, എന്താണ് പുതിയ വിവരം? വിജയകുമാർ, ഇവിടെ അതിശക്തമായ മഴയും കാറ്റുമാണ്. അത് നേവിയുടെ ഡൈവർ സംഘത്തെ അത് ബാധിക്കുന്നുണ്ട്. ഈ മഴയും കാറ്റും കാരണം അവർക്ക് അങ്ങോട്ടേക്ക് ഡൈവ് ചെയ്യാൻ കഴിയാൻ നിൽക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് അറിയാൻ ഏറ്റവും പുതിയ വിവരം. അതായത് മഴയും കാറ്റും ഈ പ്രതികൂല കാലാവസ്ഥ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ജില്ലാ കളക്ടറെ വിളിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. കളക്ടർ പറയുന്നത് ഇത്തരത്തിൽ അതിഭയങ്കരമായ മഴയും കാറ്റുമാണ്, അപ്പോൾ അത് പ്രതികൂല കാലാവസ്ഥ ഉണ്ടാക്കുന്നു. അത് കാരണം നേവിയുടെ ഡൈവർ സംഘത്തിന് അതിനുള്ളിലേക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ പ്രതികൂല കാലാവസ്ഥ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പായും കളക്ടർ അത് നിരാകരിക്കുന്നില്ല, വിവരം നിരാകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ ലോറിയുള്ള കാര്യം ഏതാണ്ട് സ്ഥിരീകരിക്കുന്നു എല്ലാവരും എന്നുകൊണ്ട് അറിയാൻ ഒരു ഒഫീഷ്യൽ എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം വരണം എന്നത് മാത്രം. എന്തായാലും ഇവിടെ പെരുമഴയാണ് വിജയകുമാർ. കഴിഞ്ഞ കുറച്ച് സമയമായി, ഇന്ന് രാവിലെയൊക്കെ കുറച്ച് സമയം മഴ മാറിയെന്നെങ്കിൽ ഇന്നിപ്പോൾ പെരുമഴയും പെരും കാറ്റുമാണ്, വലിയ കാറ്റുമാണ്. മാത്രമല്ല ഗംഗാവലി പുഴയിൽ ഒരുപക്ഷെ മലകളിലോ കാടിലോ പെയ്ത പെരുമഴയുടെ അല്ലെങ്കിൽ വൃഷ്ടിപ്രദേശങ്ങളിൽ പെയ്ത മഴയുടെ അടിസ്ഥാനത്തിൽ വലിയ ഒഴുക്ക് രാവിലെ മുതൽ തന്നെ ഒഴുക്ക് കൂടുന്നുണ്ട്. വെള്ളത്തിന്റെ അളവ് അവിടെ കൂടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടിയൊഴുക്കും സ്വാഭാവികമായും ശക്തമാകും. അപ്പോൾ അടിയൊഴുക്കും അതിൻ്റെ കൂടെ ഈ മഴയും കാറ്റും കൂടിയാകുമ്പോഴേക്കും നേവി സംഘത്തിന് ഈ ദൗത്യം അത്രമേൽ ദുഷ്കരമാണ്. അപ്പോൾ ആ ദുഷ്കര ദൗത്യത്തിന് കാലാവസ്ഥ കുറച്ചൊന്ന് അനുകൂലമാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് കരുതി ഇന്നലത്തെ പോലെയൊക്കെ ദൗത്യം അവസാനിപ്പിക്കുന്നു എന്ന സൂചനകളില്ല. ദൗത്യം ഇന്ന് തുടരുകയാണ്. എത്ര വൈകിയാലും ഈ കാലാവസ്ഥ അനുകൂലമാകും വരെ ഈ ദൗത്യം തുടരുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അരുൺ പൂപ്പറമ്പ് ജില്ല, ജില്ലാ കളക്ടറെ അരുൺ വിളിച്ചിരുന്നു. എന്താണ് കളക്ടർ ഏറ്റവും ഒടുവിൽ ഈ തെരച്ചിലിനെ കുറിച്ച് പറയുന്ന ഒരു വിശദീകരണം? കളക്ടർ ഇപ്പോൾ ഒടുവിലായി പറഞ്ഞത് അവിടെ നേവിയുടെ സ്കൂബ സംഘം, അവരുടെ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ അവിടെയുണ്ട്. എന്നാൽ അവർക്ക് ഈ പുഴയിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല, അതായത് ഡൈവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കനത്ത മഴയും കനത്ത കാറ്റുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിർദ്ദേശം ഇതുവരെ നൽകിയിട്ടുമില്ല. അപ്പോൾ പോലും ജില്ലാ കളക്ടർ അത് നിരാകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാം എന്ന് തന്നെ കരുതുന്നു. എന്തായാലും അർജുൻ്റെ ട്രക്കാണെന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാ വിവരങ്ങളും, ഇത് വശങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ വന്നാലും അത് ട്രക്കാണെന്ന തരത്തിൽ തന്നെയാണ് വിവരങ്ങൾ പങ്കുവെക്കപ്പെടുന്നത്. ഇനിയിപ്പോൾ ഉള്ളത് അവർ ആ പോയിന്റിൽ തന്നെയുണ്ട്. നേവിയുടെ വിദഗ്ധ സംഘം അവിടെ പോയിന്റിലുണ്ട്. കരസേനയുടെ സംഘവും അവിടെ ആ പോയിന്റിലുണ്ട്. അവർക്ക് ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ മാറിയാൽ ഉടൻ ആ തെരച്ചിലേക്ക് കടക്കാം എന്നാണ് ജില്ലാ ഭരണകൂടം തന്നെ അറിയിക്കുന്നത്. ഉന്നത പോലീസ് സംഘം അവിടെയുണ്ട്, SP ഉണ്ട്, റവന്യൂ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോയിട്ടുണ്ട്, മറ്റ് സംവിധാനങ്ങളെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്, ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ അങ്ങോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളും നിലവിൽ ആ അപകട സ്ഥലത്ത്, മണ്ണിടിച്ചിൽ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമുക്ക് നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കാമെന്നൊക്കെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ നമുക്ക് കരുതേണ്ടത്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം എന്നാണ് അരുൺ പൂപ്പറം പറയുന്നത്. വിജയകുമാർ, എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഏറ്റവും പ്രധാനം കർണാടക റവന്യൂ മന്ത്രി സ്ഥിരീകരിക്കുന്നു ഒരു ട്രക്ക്, ഡെഫിനറ്റ്ലി ഒരു ട്രക്ക് ഇന്ന് 3:30 കർണാടക റവന്യൂ മന്ത്രി പറയുന്നു. അതിനുശേഷം ആർമി അല്ലെങ്കിൽ നേവി ഇതാദ്യമായി ഈ ദിവസങ്ങളിലെ സോണാർ പരിശോധനകൾ ഡേ 2 മുതലൊക്കെ തുടങ്ങിയതാവണം. സോണാർ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഇതാദ്യമായി ഒഫീഷ്യലി ഒരു വിവരം പുറത്തേക്ക് വിടുന്നു. അതൊരു ചിത്രമാണ്. ആ ചിത്രത്തിൽ ഒരു ലോറിക്ക് സമാനമായ ഒരു സിഗ്നൽ എന്നുള്ളതാണ് അതിന്റെ വിലയിരുത്തൽ. അങ്ങനെ SP പറയുന്നു, പോലീസ് പറയുന്നു, MLA പറയുന്നു, അങ്ങനെ എല്ലാവരും പറയുകയാണ് ഇത് ലോറി തന്നെയാണ്, ട്രക്ക് തന്നെയാണെന്ന് എല്ലാവരും നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ ഒരു ഒഫീഷ്യൽ ഈ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെതായ രീതികളുണ്ടല്ലോ, അതിൻ്റെ രീതിശാസ്ത്രങ്ങളുണ്ടല്ലോ വിജയകുമാർ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ചില ചർച്ചകൾ ഇതിനുള്ളിൽ നടക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഉത്തര കന്നഡ ജില്ലയുടെ എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഇതിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. അവർ ഒരു അൺഒഫീഷ്യൽ ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചേരുകയാണെന്ന് അറിയാൻ കഴിയുന്നു. അതിനുശേഷം ഒരു പ്രഖ്യാപനത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തും. അതിനൊക്കെ
അതിനു മുമ്പൊക്കെ പ്രയോറിറ്റി ഇവർക്ക് ആ ലോറി ഈ റിവറിന്റെ ബെഡിൽ ഉയർത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പുഴയോരത്ത് നിന്ന് ഉയർത്തുക എന്നുള്ളതാണ്. ഇത് ആഞ്ഞു തറഞ്ഞ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര അടി ആഴത്തിൽ എന്ന കാര്യം കൃത്യമായ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അതിന്റെ പുഴയുടെ ഭാഗത്തേക്ക് ലോറിയുടെ ഏതൊക്കെ ഭാഗങ്ങൾ ഉണ്ട്, ഏത് രീതിയിലാണ് പുഴ വഴി ഈ ലോറി പുറത്തേക്ക് എടുക്കാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങളിൽ ആണ് നേവി ഡൈവർ സംഘത്തിന്റെ അവിടുത്തെ പരിശോധന പ്രധാനമാവും.